അമേരിക്കയിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായി തുടരുകയാണ്. ഇന്നലെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 50-ലേറെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിസോറിയിലാണ് കൂടുതൽ ആൾനാശമുണ്ടായത്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിയാൽ ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണിയായി തുടരുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? എന്താണ് ഈ ഗവൺമെന്റ് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അമേരിക്കയിൽ ഏപ്രിൽ മെയ് ജൂൺ ആണ് ഈ ടൊർണാഡോയുടെ സീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത് മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടി തുടങ്ങി. ഏകദേശം 139 ടൊർണാഡോസ് ഇതിനോടകം തന്നെ ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ ഒരു ടൊർണാഡോയിൽ അത് ഫ്ലോറിഡ തൊട്ട് മിസിസിപ്പി, ടെന്നസി തൊട്ട് ഒക്ലഹോമ അങ്ങനെ വന്ന് അത് പെൻസിൽവേനിയ റീജിയൻ വരെ ടച്ച് ചെയ്യുന്ന ഒരു ടൊർണാഡോയുടെ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വിവിധ ന്യൂസ് ഏജൻസികളെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 47-നും 50-നും ഇടയ്ക്ക് ആൾക്കാർ ഓൾറെഡി മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ബില്യൺസ് ഓഫ് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാധാരണഗതിയിൽ ഏകദേശം ഒരു 1000-ഓളം ടൊർണാഡോസ് ആണ് ഒരു സീസണിൽ വരാറുള്ളത് അമേരിക്കയിൽ. അതൊരു ശരാശരി നമ്പറാണ്. എന്നാൽ ഇത്തവണ 139 ഇതിനോടകം ആയി കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒത്തിരിയധികം ആൾക്കാർ മരണപ്പെടുന്ന ഒരു പ്രതിഭാസങ്ങളിലേക്ക് എപ്പോഴും വരാറില്ല. എന്നാൽ ഇത്തവണത്തെ ഒരു നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ഒരു വലിയൊരു നമ്പറിലേക്കാണ് വരുന്നത് എന്നാണ് ഇവിടുന്ന് പറയാനുള്ളത്. ഡോക്ടർ സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. 50-ലേറെ പേർ മരിച്ചു എന്ന കണക്കുകൾ വരുമ്പോഴും കൃത്യമായൊരു കണക്കൊന്നും സാധ്യമല്ല. എന്തായാലും വലിയ ജാഗ്രതയിലാണ് അമേരിക്കയുള്ളത്.